പ്രിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണ്. നമ്മളുടെ ആൻഡ്രോയിഡ് ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്താൽ എങ്ങനെ കണ്ടെത്താൻ പറ്റും? അറിയില്ല അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടോ, നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിന് പ്ലേ സ്റ്റോറിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷന്റെ പേര് ആന്റി സ്പൈ എന്നാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ വീഡിയോയിൽ ഒപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷന്റെ ലിങ്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടുന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ സ്ക്രീൻഷോട്ട്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ ഈ നെയിം അടിച്ച് സെർച്ച് ചെയ്താലും ഈ ആപ്ലിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ച് എങ്ങനെ നമ്മളുടെ ഫോണ് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആരെങ്കിലും ഹാക്ക് ചെയ്തോന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. വീഡിയോയിലേക്ക് കിടക്കാം. ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ ഫസ്റ്റ് ഇന്റർഫേസ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇത് നോക്കാം. ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇവിടെ സ്ട്രോങ് ആക്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. തൊട്ട് താഴെ മാനേജ് എക്സ്റ്റേണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ് കാണിക്കും. അവിടെ കാണുന്ന ബോക്സിൽ ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു ഫയൽ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം വീണ്ടും ബാക്കിലേക്ക് വരിക. ഇവിടെ കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് പെർമിഷനുകൾ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അക്സെപ്റ്റ് കൊടുക്കുക. ഇവിടെ പെർമിഷൻ വീണ്ടും അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് സ്കാനുണ്ട്, സ്മാർട്ട് സ്കാനുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംപ്ലീറ്റ് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സ്കാൻ കൊടുക്കുക. കംപ്ലീറ്റ് സ്കാൻ കൊടുക്കുമ്പോൾ നമ്മളുടെ ഡിവൈസ് ഫുള്ളായിട്ട് നമുക്ക് സ്കാൻ ആവും. സ്കാൻ ഇൻസ്റ്റാൾഡ് സ്മാർട്ട് സ്കാൻ കൊടുക്കുമ്പോൾ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളായിരിക്കും സ്കാൻ ആകുന്നത്. ഞാനിപ്പോൾ എന്തായാലും സ്മാർട്ട് സ്കാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ കാണാം, ഇവിടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 0% എന്നുള്ളത് 100% ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് ഇപ്പം നമ്മുടെ ഫോണിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാം, നമ്മളുടെ ഫോണിൽ 408 ആപ്സുകളുണ്ട്. അതേപോലെ 1969 ഫയൽസുകളുണ്ട്. ഇത് ഇത്രയും സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഫേക്കായിട്ടുള്ള ആപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ക്യാം കട്ട് എന്ന് പറയുന്ന ആപ്പിൻ്റെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ആ ഒരു വേർഷൻ ഫേക്കാണ്. അപ്പം അതിവിടെ റെഡ് മാർക്കിൽ കാണിക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഇവിടുന്ന് തന്നെ അതിൻ്റെ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിവിടുന്ന് ആ ഒരു ആപ്പിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളുടെ പ്രൈവസിയിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഫോണിൽ ഹാക്കിംഗ് ആയിട്ട് നമ്മളുടെ ഡീറ്റെയിൽസുകൾ ചോർത്തിക്കൊണ്ട് പോകുന്ന ആപ്ലിക്കേഷനുകളുണ്ടെങ്കിൽ അവ കാണാനായിട്ട് സാധിക്കുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ വീണ്ടും ഫുൾ സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ടിനകത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ ഡാറ്റകൾ ചോർത്തിക്കൊണ്ട് പോകുന്ന ആപ്ലിക്കേഷനുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടൻറ്റും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമുക്കവയെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ ഫോണിനെ സുരക്ഷിതമായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു ചെറിയൊരു അറിവാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് നമ്മളെ ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു അറിവുമായിട്ട് വീണ്ടും കാണും. നന്ദി, നമസ്കാരം.